ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാണ്ടസ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ പണ്ട് കഴിച്ചിട്ടുന്ന കോൽ ഐസ്ക്രീം ഇല്ലേ, അതിൻ്റെ മിനി വേർഷൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വീട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റംസും പിന്നെ നമ്മുടെ സാധാരണ ഐസ് ട്രേ ഒക്കെ മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി സംഭവം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കോൽ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം, പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്, പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ, പിന്നെ നമ്മുടെ വാനില എസൻസ്, പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഐസ് ട്രേ ഇല്ലേ, സാധാ ഐസ് ട്രേയും, പിന്നെ കുറച്ച് കമ്പുകൾ നമ്മൾ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റിക്ക് അങ്ങനത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ നമ്മുടെ പച്ച ഈർക്കിൽ ഉപയോഗിച്ചാലും മതി. ഓക്കെ, നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് പാല് ഒരു സോസ് പാനിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. നമ്മൾ പാലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അത് അടുക്കി പിടിക്കരുത്. നമ്മുടെ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. മധുരം ഇഷ്ടമുള്ള പോലെ ഇടുക, കൂടുതൽ വേണ്ടവർക്ക് ഇനി ഇട്ടിടുക, കുറവുണ്ടെങ്കിൽ കുറയ്ക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. നമ്മൾ പഞ്ചസാര ചേർത്ത് നമുക്കിനി കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ആക്ച്വലി നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് പാലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നേരിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട ഒഴിച്ച് പോകും. നമ്മൾ മിക്സ് ചെയ്ത സാധനം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. 2 തുള്ളി മതിയാവും. അത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി നമുക്ക് തിളക്കട്ടെ. നമുക്കൊന്ന് തിളച്ച് വരാനുണ്ട്. ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാൻ ഒരു പരിപാടിയേ ഉള്ളൂ. നമ്മുടെ ഐസിൻ്റെ ട്രേ എടുക്കുക, അതിലേക്ക് ഓരോ വെള്ളയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ട്രേയിലും നമ്മൾ നമ്മുടെ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിക്ക് അല്ലെങ്കിൽ ഈർക്കിലുള്ള ഒരു ഈർക്കിൽ എടുക്കുക, ജസ്റ്റ് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓവറോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പല പോർഷനിലേക്ക് സാധനം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ട്രെയിൽ നമ്മുടെ മിക്സ് വെച്ചിട്ട് സ്റ്റിക്കൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ വെക്കുക, അതിന് ഫ്രീസ് ചെയ്ത് സംഭവം സെറ്റാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോൽ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സെറ്റായിട്ടുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയണേ, ഇത് കസ്റ്റാർഡ് പൗഡറോ അല്ലെങ്കിൽ എസൻസോ ഏതെങ്കിലും ഒന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.